ഓക്കെ, ഈ വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീഡിയോയുടെ, അതായത് വീഡിയോ 3യുടെ റിമൈനിങ് പോർഷനാണ്. കാരണം ആ വീഡിയോയിൽ ഞാൻ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷനും പിന്നീട് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷനും ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ആ വീഡിയോയിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് അഡ്വാൻറ്റേജസ് ഒന്ന് നോക്കാം. ഈ കോസ്റ്റ് കൺട്രോൾ, അതായത് കോസ്റ്റ് കൺട്രോൾ എന്താണെന്ന് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താ? കോസ്റ്റ് കൺട്രോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യും, അതായത് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, എന്നിട്ട് അതിന് ആക്ച്വൽ കോസ്റ്റുമായിട്ട് അതിനെ കമ്പയർ ചെയ്തിട്ട് വി വിൽ ചെക്ക് വെദർ ദർ ഇസ് എനി വേരിയേഷൻ. അപ്പോൾ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി നെഗറ്റീവ് വേരിയേഷനോ പോസിറ്റീവ് വേരിയേഷനോ, അതായത് ഫേവറബിൾ വേരിയേഷനും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അൺഫേവറബിൾ വേരിയേഷനും ആവാം. എന്ത് തന്നെ ആയാലും അതിൻ്റെ റീസൺ കണ്ടെത്തി നമ്മുടെ കോസ്റ്റിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പം അതിൻ്റെ പ്രയോജനങ്ങൾ. പിന്നീട് കോസ്റ്റ് റിഡക്ഷനുണ്ട്. റിഡക്ഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്, പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. അതായത് റിസർച്ചൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ എന്തിലോട്ട് എത്തിച്ചേരുന്നത്? കോസ്റ്റ് റിഡക്ഷനിലോട്ട് എത്തിച്ചേരുന്നത്. കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും. അതൊരു പെർമനൻറ്റ് സൊല്യൂഷൻ കൂടിയാണ്. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ നടത്താൻ നേരം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ ക്വാളിറ്റിയോ യൂട്ടിലിറ്റിനെയോ സ്യൂട്ടബിലിറ്റിയോ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു മെഷീൻ വാങ്ങുന്നു, ഒരു മിക്സിംഗ് മെഷീൻ വാങ്ങുന്നു. അപ്പോൾ ഈ മിക്സിംഗ് മെഷീൻ വാങ്ങിയത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ അല്ലായിരുന്നല്ലോ. അതുകൊണ്ടാണ് ഒരു ടെമ്പററി സൊല്യൂഷന് വേണ്ടിയാണ് നമ്മുടെ കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മിക്സിംഗ് മെഷീൻ വാങ്ങിച്ചു. പക്ഷേ ഈ മിക്സിംഗ് മെഷീൻ ഉപയോഗിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് പണ്ടത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റി കേക്കായിരിക്കണം. ഓക്കെ, ഇങ്ങനൊരു മെഷീൻ വാങ്ങിയത് കൊണ്ട് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റോ ക്വാളിറ്റീനെയോ ഒന്നും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അത് അങ്ങനെയെന്നുണ്ടെങ്കിൽ മാത്രമേ കോസ്റ്റ് റിഡക്ഷൻ കൊണ്ട് നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റൂ? കോസ്റ്റ് കൺട്രോളിൻ്റെയും കോസ്റ്റ് റിഡക്ഷൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അതായത് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മൾക്ക് വേറെ ഒരു പ്രത്യേകത ഉണ്ടാവണം. ഒന്നീ ക്വാളിറ്റി വൈസ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൈസ് വൈസ് ഒരു പ്രിഫറൻസ് നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കണം. അതിനെയാണ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ മതിയാവും? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രമേ സാധിക്കൂ. സോ ഫസ്റ്റ് അഡ്വാൻറ്റേജസ് ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കൂട്ടുക. അപ്പോൾ കോസ്റ്റ് കൺട്രോൾ അല്ലെങ്കിൽ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്ന് പറയുന്നത്, വി വിൽ ബി ഏബിൾ ടു ഇൻക്രീസ് ദി പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കിട്ടുമെങ്കിലാണ് അതിന് എന്തുണ്ടെന്ന് പറയുന്നത്? പ്രൊഡക്ടിവിറ്റി ഉണ്ടെന്ന് പറയുന്നത്. ഇൻപുട്ടിന് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതിന് കൊടുക്കുന്നതിന് ഒരു ഒപ്റ്റിമം രീതിയിലുള്ള എന്ത് കിട്ടണം? നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഉറപ്പായിട്ട് കിട്ടുമല്ലോ. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്ത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഒക്കെ നമ്മൾ ഇഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് എന്തുണ്ടാവും? പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. There will be an increase in productivity. So here it is written as cost of material, labor and other expenses are controlled and reduced, productivity of each element is increased. ഓരോ എലമെൻറ്റിൻ്റെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ടീച്ചേഴ്സ് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പ്രിൻസിപ്പൾ വരുന്നുണ്ടെങ്കിൽ, പ്രിൻസിപ്പൾ വരുമെന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ മന്ത്ലി എല്ലാ ദിവസവും പ്രിൻസിപ്പൾ വന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ അവിടെ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടീച്ചേഴ്സിൽ നിന്ന് എന്തുണ്ടാവും? പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും. ഒരു ക്യാമറ കണ്ടുകൊണ്ടൊന്നും അല്ല ഒരു ടീച്ചർ പ്രൊഡക്റ്റീവ് ആവേണ്ടത്. ഈ ടീച്ചർ ഷുഡ് ഹാവ് സം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പ്രൊഡക്ടിവിറ്റി, ഇപ്പോൾ കോസ്റ്റ് കൺട്രോളോ കോസ്റ്റ് റിഡക്ഷനോ, ഇപ്പോൾ പ്രിൻസിപ്പൽ വന്ന് ചെക്ക് ചെയ്യുന്നതാണെങ്കിൽ എന്തായിരിക്കും? കോസ്റ്റ് കൺട്രോൾ ആയിരിക്കും. കാരണം ഇതെന്നും നടക്കത്തില്ലല്ലോ. ചിലപ്പോൾ പ്രിൻസിപ്പളിന് ഒരു മാസമൊക്കെ വന്ന് ചെക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. ആ ഒരു മാസം ടീച്ചേഴ്സ് നല്ല പ്രൊഡക്റ്റീവ് ആയിരിക്കും. പക്ഷേ ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിൻസിപ്പളിന് ക്ലാസ്സിലൊരു ക്യാമറ ഫിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. കാരണം എപ്പം വേണമെങ്കിലും സാറിന് ചെക്ക് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ടീച്ചറിന് ചെക്ക് ചെയ്യാൻ പറ്റും. So it's a permanent solution and the productivity will increase. Productivity of each and every teacher will increase. ആ ഒരു സെയിം സംഭവം തന്നെയാണ് പിന്നീട് നമ്മുടെ ബിസിനസ്സിലും ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തത് എക്കണോമിക് യൂസ് ഓഫ് റിസോഴ്സസ്. എക്കണോമിക് യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു റിട്ടേൺ കിട്ടണം.
That means it should give a good value or return in relation to the money which we spent. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിക്ക് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് റിസീവ് ചെയ്യണം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, എക്കണോമിക് യൂസ് ഓഫ് റിസോഴ്സ് എന്ന് പറയുന്നത്. All the available resources are utilized economically as per the standards set and studies conducted. അതായത് നമ്മൾ ഒന്നും ഓവർ യൂട്ടിലൈസ് ചെയ്യത്തില്ല, എല്ലാ റിസോഴ്സസും നമ്മൾ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, എക്കണോമിക്കൽ യൂസ് ഓഫ് റിസോഴ്സസ്, വേസ്റ്റേജും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം അവിടെ എന്ത് നടക്കുന്നുണ്ട്, കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും നടക്കുന്നതുകൊണ്ട്. നെക്സ്റ്റ് ഇസ് ഇൻക്രീസ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. നമ്മൾ ഈ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ കോസ്റ്റ് ക്രമാതീതമായി കുറയും. അപ്പോൾ എന്തുണ്ടാവും, കോസ്റ്റ് കുറഞ്ഞാൽ റിട്ടേൺ കൂടും. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമുക്ക് റിട്ടേൺ കൂടണമെന്നുണ്ടെങ്കിൽ, പ്രോഫിറ്റ് കൂടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സെയിൽസ് ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. അത് അത്ര ഈസി ആയിട്ടുള്ളൊരു ടാസ്ക് അല്ല എന്ന് പറഞ്ഞ്, അല്ലാന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റിട്ടേൺ കൂട്ടാനായിട്ട് സെല്ലിംഗ് പ്രൈസ് കൂട്ടുക, അതും അത്ര ഈസിയർ ആയിട്ടുള്ള ടാസ്ക് അല്ല. പിന്നീട് നമുക്ക് പറ്റുന്നതായിരുന്നു കോസ്റ്റ് കുറയ്ക്കുക. കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ടെക്നിക്സാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും. അത് സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചാൽ നമ്മൾക്ക് എന്തുണ്ടാവും, കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായി, നമ്മുടെ റിട്ടേൺ കൂടും. കോസ്റ്റ് കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റിട്ടേൺ കൂടും. അതാണ് ഇൻക്രീസിങ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. അപ്പോൾ അതെങ്ങനെ പറ്റൂ, എങ്ങനെ റിട്ടേൺ കൂട്ടാൻ പറ്റൂ, കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് കോസ്റ്റ് കൺട്രോളിൻ്റെയും കോസ്റ്റ് റിഡക്ഷൻ്റെയും മറ്റൊരു അഡ്വാൻറ്റേജ്. The most economic usage of all the available resources leads to cost control and cost reduction. It leads to increase in profit and increase in return on capital employed. നമ്മൾ എംപ്ലോയ് ചെയ്ത ക്യാപിറ്റലിന് നമുക്ക് ഒരു സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റിട്ടേൺ തിരിച്ചു കിട്ടും. കാരണം അവിടെ നിന്നുണ്ട് എല്ലാ റിസോഴ്സും നമ്മൾ വേസ്റ്റ് ചെയ്യാതെ ഒപ്റ്റിമം രീതിയിലാണ് യൂസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് റെഡ്യൂസ് റേറ്റ് ടു കസ്റ്റമേഴ്സ്. കാരണം കോസ്റ്റ് കുറഞ്ഞാൽ, കോസ്റ്റ് അത്രയും കണ്ട് കുറഞ്ഞു നിന്നാൽ നമ്മൾക്ക് ഒരു നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിന് നമ്മൾക്ക് ഈ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റും. ഒരു റെഡ്യൂസ്ഡ് കോസ്റ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ കസ്റ്റമേഴ്സിനാണ് അതിൻ്റെ റിയൽ ബെനിഫിറ്റ് കിട്ടുന്നത്. കാരണം അവർക്ക് നമുക്ക് അത്രയും സെല്ലിംഗ് പ്രൈസ് കുറച്ച് കൊടുത്തുകൂടെയോ, കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും. So this helps in providing goods and services at reduced rate to customers. For effective cost control and cost reduction ഉണ്ടാകുന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസ് ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ അൾട്ടിമേറ്റ്ലി റെഡ്യൂസ് ദി പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് സപ്ലൈ ടു കസ്റ്റമേഴ്സ്, ആൻഡ് വി വിൽ ഗെറ്റ് മോർ കസ്റ്റമർ ബേസ്. ഇനി അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ്മെൻറ്റ് ഇൻ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ് ഓവർ അവർ അഡ്വാൻറ്റേജ് ദാറ്റ് വി ആർ എൻജോയിങ് ഓവർ അവർ കോമ്പറ്റീറ്റേഴ്സ്. So for a company to stay in business, it needs to maintain an efficient operation which gives it a competitive advantage over other concern. അപ്പോൾ നമ്മുടെ കേക്ക് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്, ഒറിജിനൽ, അതായത് പ്യുവർ ഗീ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് ലോവർ പ്രൈസിനുമാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. മറ്റുള്ള കൺസേൺസ് ഗീക്ക് പകരം അവർ ഡാൽഡയൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചിലപ്പം ഗീ കേക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ കോസ്റ്റ് കൺട്രോളിലും കോസ്റ്റ് റിഡക്ഷനും ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ലോവർ കോസ്റ്റിന് കസ്റ്റമേഴ്സിൽ എത്തിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ എൻജോയ് ഓർ വി ക്യാൻ എസ്റ്റാബ്ലിഷ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. Okay, then next is increase in credit worthiness. The credit worthiness of the company is increased due to stability in cost and profit. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പ്രോഫിറ്റ് ഉണ്ടല്ലോ, സോ നാച്ചുറലി there will be credit worthiness. അപ്പോൾ അതാണ് ഇൻക്രീസ് ഇൻ ക്രെഡിറ്റ് വർത്തിനെസ്. നമുക്ക് എന്ത് പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കൊടുത്തു തീർക്കാൻ സാധിക്കും. സപ്ലയേഴ്സിന് റോ മെറ്റീരിയൽ നമ്മൾ ക്രെഡിറ്റിന് പർച്ചേസ് ചെയ്തതും മറ്റെന്ത് എല്ലാ ക്രെഡിറ്റേഴ്സിനും നമുക്ക് ബ്ലാക്ക് ഒന്നും ഇല്ലാതെ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. ബാങ്ക് ലോൺ ഉണ്ടെങ്കിൽ അത് പേ ഓഫ് ചെയ്യാൻ പറ്റും. കാരണം വി ഹാവ് ഇനഫ് പ്രോഫിറ്റ് ബിക്കോസ് അവർ കോസ്റ്റ് ഹാസ് റെഡ്യൂസ് ടു എ റീസണബിൾ എമൗണ്ട്. എങ്ങനെയാണ് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത്? ബിക്കോസ് വി ഹാവ് ഇംപ്ലിമെൻറ്റഡ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. ഇനി അടുത്തത് എംപ്ലോയി മൊറൈൽ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കൺസേൺ പ്രോഫിറ്റിലാണ് നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയോജനം ആർക്കും കൂടെ കിട്ടും? നമ്മുടെ എംപ്ലോയീസിനൂടെ കിട്ടും. ഈ കമ്പനി നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുകയാണെങ്കിൽ അവരുടെ സാലറിയും ബാക്കിയുള്ള ഇമോളിമെൻറ്റ്സും എല്ലാം നമ്മൾ അവർക്ക് ഹൈക്ക് ചെയ്ത് കൊടുക്കും വർക്കേഴ്സിന്. സോ ദേ വിൽ ഓൾസോ ബി സാറ്റിസ്ഫൈഡ്. So better employment morale. Cost control and cost reduction improves the earnings of the workers. It helps to improve their morale. It will lead to lower labor
ടേൺ ഓവർ റേറ്റ്. ലേബർ ടേൺ ഓവർ റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ വിട്ടു പോകുന്ന ലേബറേഴ്സിൻ്റെ തോത് കുറയും എന്നാണ് ലേബർ ടേൺ ഓവർ റേറ്റ്. കാരണം എംപ്ലോയീസ് എപ്പോഴും നമ്മുടെ കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന പോകുന്നത് ഒരു കമ്പനിക്ക് ഒരിക്കലും ഗുണകരമായി വരില്ല. കാരണം അവരെ നമ്മൾ ഇത്രയും വർഷം കൊണ്ട് ട്രെയിൻഡ് ആക്കി എടുത്തു കഴിഞ്ഞ ഒരു സുപ്രഭാതത്തിൽ അവരങ്ങ് പിരിഞ്ഞു പോകുകയെന്ന് വെച്ചാൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മൾ ഇതുപോലെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്ത് അയാളെ ട്രെയിൻ ചെയ്തെടുക്കാൻ ഉള്ള കാലതാമസം. ആ സമയം അയാളിൽ നിന്നും നമുക്ക് പ്രൊഡക്ടിവിറ്റി പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഒഴിവാക്കാൻ പറ്റും എന്തുണ്ടെങ്കിൽ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം പ്രോഫിറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ നമുക്ക് അവർക്ക് വേണ്ടുന്ന സാലറിയും ബാക്കിയുള്ള ഇൻവോൾവ്മെൻറ്റ്സും ഒക്കെ കൊടുത്ത് സാറ്റിസ്ഫൈ ചെയ്ത് നിർത്താൻ സാധിക്കും. ഓക്കെ, സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും ചെയ്യുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ മനസ്സിലായാലും എന്തൊക്കെ ഉണ്ടാവും ഒരു ബിസിനസ്സിന്? ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി, ഇറ്റ് വിൽ ഹെൽപ്പ് ദം ടു യൂസ് ദി resources economically, then it will help them to increase their return on capital and capital employed and profit. Then the company will be able to provide their goods and services at reduced rate. Selling price കുറയ്ക്കാൻ സാധിക്കും. പിന്നീട് they can enjoy competitive advantage. Then it will help them to increase their credit worthiness and help them to create better employment morale. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ, കോസ്റ്റ് റിഡക്ഷനും കോസ്റ്റ് കൺട്രോളും ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ. ഓക്കെ, നൗ ലെറ്റ്സ് സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുള്ളതാണ്. 2 മാർക്സിനൊക്കെയാണ് ചോദിച്ച് കാണാറുള്ളത്, 4 മാർക്സിനും ചോദിച്ചുകൂടായികയില്ല. അപ്പോൾ അത് നല്ല പഠിച്ചു വെച്ചോണം. ഇപ്പോൾ എന്താണ് കോസ്റ്റ് കൺട്രോളും എന്താണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് മനസ്സിലായല്ലോ. ഇപ്പോൾ ഓൾറെഡി ഒരുവിധം എല്ലാ ഡിഫറൻസും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ്. എങ്കിലും ഒന്നുകൂടെ നോക്കാം. എന്താണ് കോസ്റ്റ് കൺട്രോൾ, എന്താണ് കോസ്റ്റ് റിഡക്ഷൻ? കോസ്റ്റ് കൺട്രോൾ അതേ പറഞ്ഞ് എന്ത് തമ്മിലുള്ളൊരു കമ്പാരിസണാണ്? നമ്മളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, ആ സ്റ്റാൻഡേർഡും എന്തും തമ്മിൽ കമ്പയർ ചെയ്യണം? ആക്ച്വലും. അപ്പോൾ ആക്ച്വൽ കാര്യം സംഭവിക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് എന്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും? കോസ്റ്റ് കൺട്രോൾ. അതും ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്. കാരണം ആ പ്രോസസ്സിന് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, അത് കഴിഞ്ഞു. ഇനി ഇങ്ങനൊരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കാം. അത് മാത്രമേ എന്തുകൊണ്ട് സാധിക്കുകയുള്ളൂ? എന്തുകൊണ്ട്? കോസ്റ്റ് കൺട്രോളും ഉണ്ട്. So cost control is the process of controlling the cost by eliminating wastage in cost of material, cost of labor and other expenses on producing a product. നമ്മൾ നല്ല സൂപ്പർവിഷനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വർക്കേഴ്സ് വേസ്റ്റ് ചെയ്യത്തില്ല, ലോവർ ക്വാളിറ്റി മെറ്റീരിയൽസ് ആയിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നീട് അവിടെ തെഫ്റ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. ഇനി കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്, it's a real and permanent reduction in the cost per unit of goods manufactured or services rendered without affecting. കോസ്റ്റ് കുറയ്ക്കാൻ, പക്ഷേ എന്തിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല? വിത്തൗട്ട് അഫക്റ്റിംഗ് ദെയർ ക്വാളിറ്റി, യൂട്ടിലിറ്റി ആൻഡ് സ്യൂട്ടബിലിറ്റി. അതായത് നമ്മളുടെ കേക്കിന് നമ്മൾ ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജോട് കൂടിയാണ് നമ്മുടെ കേക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതായത് പ്യുവർ ഗീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ വെച്ചാണ്. പക്ഷേ പ്യുവർ ഗീ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? കോസ്റ്റ് കൂടും. ഇത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഗീയുടെ കണ്ടൻറ്റ് കുറയ്ക്കാൻ വേണ്ടിയാണ് ഒരു മിക്സിംഗ് മെഷീനൊക്കെ വാങ്ങാനൊക്കെ തീരുമാനിച്ചു. ഇതൊക്കെ ചെയ്തിട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുകയാണ്, അങ്ങനെ കോസ്റ്റ് റിഡക്ഷനും സാധ്യമാവും നമ്മൾക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് അത്യാഗ്രഹം കൂടുന്നു, ഇച്ചിരി കൂടെ കോസ്റ്റ് കുറച്ചാലോ, കുറച്ച് ഡാൽഡയും കൂടെ മിക്സ് ചെയ്താലോ. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ ക്വാളിറ്റീനെ അത് അഫക്റ്റ് ചെയ്യും. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കോസ്റ്റ് റിഡക്ഷൻ നടത്തുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാവാൻ പാടില്ല? നമ്മുടെ ക്വാളിറ്റിയോ പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റീനെയും യൂട്ടിലിറ്റീനെയും സ്യൂട്ടബിലിറ്റീനെയും ഒന്നും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കോസ്റ്റ് കൺട്രോൾ അത് പ്രശ്നമില്ല, താൽക്കാലികമല്ലേ. അനദർ ഡിഫറൻസ് ഇസ് കോസ്റ്റ് കൺട്രോൾ ഹെൽപ്സ് ടു കീപ് ദ കോസ്റ്റ് ടെമ്പററിലി അണ്ടർ കൺട്രോൾ ആസ് പെർ ദി സ്റ്റാൻഡേർഡ് സെറ്റ്. നമ്മളൊരു സ്റ്റാൻഡേർഡിന് വേണ്ടിയാട്ടെ ടെമ്പററി ഒരു സൊല്യൂഷൻ മാത്രമാണ് എന്ത്, അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയപടിയാവും. പക്ഷേ whereas cost reduction കേസ് വരുമ്പോഴോ it helps to achieve real and permanent reduction in the unit cost. ഇത് റിയലും ആണ് പെർമനൻറ്റും ആയിരിക്കും. പിന്നീടുള്ള ഡിഫറൻസ്, കോസ്റ്റ് കൺട്രോൾ is operated through setting standards and comparing them with the actual performance so that the deviation is identified and corrected. അപ്പോൾ കോസ്റ്റ് കൺട്രോളിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. എന്നിട്ട് ടാർഗറ്റിനെ എന്തുമായിട്ട് കമ്പയർ ചെയ്യണം? ടാർഗറ്റ് മീൻസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിനെ ആക്ച്വൽ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യണം. കമ്പയർ ചെയ്യുമ്പോൾ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞാണ് നമ്മുടെ കേക്കിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ്, മൈദയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് 3600 രൂപയാണ്. പക്ഷേ ആക്ച്വലി നമുക്ക് 5200 രൂപയായി. ദർ ഇസ് വേരിയേഷൻ.
that variation is unfavorable. കാരണം 3600 സ്ഥാനത്ത് 5200 ആവുകയെന്ന് വെച്ചാൽ അത് അൺഫേവറബിൾ വേരിയേഷൻ അല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ കണ്ടിട്ടുണ്ട്, എന്തുകൊണ്ട് ഇത്രയും രൂപയുടെ മൈദ നമ്മൾ ഉപയോഗിച്ചു. ആരെങ്കിലും ഇത് അവരുടെ വീട്ടാവശ്യത്തിനെങ്ങാനും വർക്കേഴ്സ് എടുത്തുകൊണ്ട് പോയതാണോ, അതോ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി വളരെ കുറവായതുകൊണ്ട് ഒത്തിരിയും മാവ് അത് സ്പോയിലായി പോയതാണോ എന്ന് ആ റീസൺ കണ്ടെത്തും. റീസൺ കണ്ടെത്തിയിട്ട് അത് പിന്നീട് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ്, റെമഡിയൽ മെഷേഴ്സ് എടുക്കുക. ഇതാണ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിനൊരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ക്രിട്ടിക്കൽ കോസ്റ്റ് എക്സാമിനേഷൻ, അനാലിസിസ് ആൻഡ് ചെക്കിംഗ് ആൻഡ് റിവൈസിങ് ദ സ്റ്റാൻഡേർഡ്സ് ഇഫ് നെസസറി. ഇപ്പോൾ സ്റ്റാൻഡേർഡിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമല്ലോ. ഇപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് 3600 കോസ്റ്റ് കൺട്രോളിൽ ഇത് എപ്പോഴും 3600 തന്നെ ആയിരിക്കും. പക്ഷേ നമ്മുടെ കോസ്റ്റ് റിഡക്ഷനിലാണെങ്കിൽ നമ്മൾ ചിന്തിക്കും 3600 താഴെ കൊണ്ടുവന്നൂടെ, എന്തെങ്കിലും പുതിയ സൊഫിസ്റ്റിക്കേറ്റഡ് മെഷീൻ എന്തെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും നമ്മുടെ കോസ്റ്റ് കുറച്ചുകൂടെ. അവിടെ സ്റ്റാൻഡേർഡൊന്നുമില്ല. വി ആർ ചലഞ്ചിങ് ദ സ്റ്റാൻഡേർഡ് ഇൻ കോസ്റ്റ് റിഡക്ഷൻ. സ്റ്റാൻഡേർഡിലും താഴെ ആയിക്കൂടെ കോസ്റ്റ്, അങ്ങനെയും നമ്മൾ ചിന്തിക്കും. ഏത് കേസിൽ? കോസ്റ്റ് റിഡക്ഷൻ്റെ കേസിൽ. പിന്നീട് അടുത്തൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആർ ദ യൂഷ്വൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് അപ്ലൈഡ് ഫോർ കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് കൺട്രോളിന് ഉപയോഗിക്കുന്ന 2 ടെക്നിക്സാണ് ബഡ്ജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നീട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും, പിന്നീട് ആക്ച്വൽ കാര്യം സംഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് കിട്ടും. അത് കമ്പയർ ചെയ്ത് വേരിയൻസ് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ എന്ന് കണ്ടെത്തും. അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ബഡ്ജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യും. ആ ബഡ്ജറ്റ് അനുസരിച്ചാണോ കാര്യങ്ങൾ മുന്നോട്ട് പോയെന്ന് ചെക്ക് ചെയ്ത് നോക്കും. അതാണ് ബഡ്ജറ്ററി കൺട്രോൾ. ഇതാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുള്ള ടെക്നിക്സ്. ഇനി അടുത്തത് കോസ്റ്റ് റിഡക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറയുന്നത് several tools and techniques such as market research, automation, work study, time study, motion study, job analysis, all these are used as techniques for cost reduction. അപ്പോൾ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ പെർമനൻറ്റ് സൊല്യൂഷൻ ആവണമല്ലോ. പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ കുറേ റിസർച്ചൊക്കെ നടത്തണം. എങ്ങനെ നമ്മുടെ കോസ്റ്റിനെ കുറയ്ക്കാം എന്ന് നമ്മൾ റിസർച്ച് നടത്തണം. പിന്നീട് മാർക്കറ്റ് സ്റ്റഡി നടത്തണം. പിന്നീട് ഓട്ടോമേഷൻ, അതായത് മാനുവൽ ലേബറിൽ നിന്ന് നമ്മൾക്ക് മെക്കനൈസ്ഡ് ആക്കിയാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ടെമ്പററി ആയിട്ട് നമുക്ക് പെർമനൻ്റായിട്ട് നമുക്ക് കോസ്റ്റിനെ കുറയ്ക്കാൻ സാധിക്കുമോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ടെക്നിക്സാണ് ഈ പറയുന്നതല്ല. ഈ ടെക്നിക്സൊക്കെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? കോസ്റ്റ് റിഡക്ഷൻ വരുമ്പോഴാണ് ഈ ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യാറുള്ളത്. ഇനി അടുത്തത് കോസ്റ്റ് കൺട്രോളിലാണെന്നുണ്ടെങ്കിൽ റിട്ടൻഷൻ ഓഫ് ക്വാളിറ്റി ഈസ് നോട്ട് ഗ്യാരണ്ടീഡ്. അതായത് ക്വാളിറ്റിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. നമ്മൾ കോസ്റ്റിനെ ടെമ്പററി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും. ചിലപ്പം കോസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ലോ ക്വാളിറ്റി റോ മെറ്റീരിയൽ കുറച്ച് നാളത്തേക്ക് വേണ്ടി നമ്മൾ ചിലപ്പം യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ക്വാളിറ്റിക്ക് എവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. കോസ്റ്റ് കൺട്രോളിൽ ക്വാളിറ്റി ഒന്നും ഗ്യാരണ്ടി ചെയ്തില്ല. ക്വാളിറ്റി മേ ഓർ മേ നോട്ട് ബി മെയിൻറ്റെയിൻഡ്. അപ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൂടായികയൊന്നുമില്ല. വേണമെങ്കിൽ അവർക്ക് പറ്റുമെങ്കിൽ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, പക്ഷേ കമ്പൽസറി അല്ല. Whereas in cost reduction, retention of quality is guaranteed. ക്വാളിറ്റി, അതായത് കോസ്റ്റ് റിഡക്ഷൻ ചെയ്യുന്ന നമ്മൾ എന്തൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ്? യൂട്ടിലിറ്റീനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, ക്വാളിറ്റീനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല, സ്യൂട്ടബിലിറ്റീനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ. അപ്പം കോസ്റ്റ് റിഡക്ഷൻ നമുക്ക് ഉറപ്പായിട്ട് എന്ത് ഗ്യാരണ്ടി ചെയ്ത് കിട്ടുന്നുണ്ട്? ക്വാളിറ്റി ഈസ് ഗ്യാരണ്ടീഡ്. ലാസ്റ്റ് ഡിഫറൻസസ് അവസാനം 2 കൂടെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഡിഫറൻസസ് കോസ്റ്റ് കൺട്രോളിൽ എംഫസിസ് ഇസ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ്. കോസ്റ്റ് കൺട്രോളിൽ പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ, പാസ്റ്റിലെ ഡേറ്റയ്ക്കും പ്രസൻറ്റിലെ ഡേറ്റയ്ക്കും മാത്രമാണ് ഇമ്പോർട്ടൻസ്. കാരണം ഇത് തന്നെ ഈ കോസ്റ്റ് കൺട്രോൾ ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് എന്നല്ലേ പറഞ്ഞത്. സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, പിന്നീട് ആക്ച്വലി സംഭവിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് 3600 ആവുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ എത്ര ആയിപ്പോയി? 5200 ആയിപ്പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ് നടത്തിയത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ അടുത്ത തവണ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ നേരം നമ്മൾ ശ്രദ്ധിക്കും മെറ്റീരിയൽ കോസ്റ്റ് എവിടെ കൊണ്ട് നിർത്താനായിട്ട് 3600 rupees കൊണ്ട് നിർത്താനായിട്ട് ശ്രമിക്കും. അതുകൊണ്ടാണ് എംഫസിസ് ഇസ് ഓൺ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് എന്ന് പറയുന്നത്. വേറെ കോസ്റ്റ് റിഡക്ഷനിൽ എംഫസിസ് കൊടുക്കുന്നത് പ്രസൻറ്റിനും ഫ്യൂച്ചറിനുമാണ്. അതായത് ഫ്യൂച്ചറിലും ഇതെല്ലാം ആ രീതിയിൽ തന്നെ പോകണം. ബിക്കോസ് ഇറ്റ്സ് എ പെർമനൻറ്റ് സൊല്യൂഷൻ. കോസ്റ്റ് റിഡക്ഷനിൽ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു പെർമനൻറ്റ് സൊല്യൂഷനാണ്. ഇപ്പോൾ ഫ്യൂച്ചറിലും ഈ റിഡക്ഷൻ ഉണ്ടായി പറ്റും. Okay, then the last one is cost control is a preventive function. ഇത് പ്രിവെൻറ്റീവാണ്. കോസ്റ്റ് കൂടാതിരിക്കാൻ പ്രിവെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കറക്റ്റീവാണ്. കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോവാം. എല്ലാ കറക്ഷൻസും വരുത്തി കഴിഞ്ഞു.
ഇതൊക്കെയാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. എക്സാമിന് ചോദിച്ച് കാണാറുണ്ട്, അതുകൊണ്ടാണ് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. പിന്നീട് കോസ്റ്റിംഗ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ് കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും. കാരണം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് തന്നെ എന്താണ്? കോസ്റ്റ് കൺട്രോളും കോസ്റ്റ് റിഡക്ഷനും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റൂ? കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു ഫേമിൽ നിന്ന് നമ്മൾ എൻജോയ് ചെയ്യുന്ന അഡ്വാൻറ്റേജ്. അതെങ്ങനെയായിരിക്കാം? ഒന്നീ നമ്മൾ ലോവർ പ്രൈസിലായിരിക്കും ഗുഡ്സ് ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും നമ്മൾ ഓഫർ ചെയ്യുന്നത്. അതൊക്കെയാണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. ഇത് നമ്മുടെ ആർക്ക് കാണില്ല? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്, ക്ലോസസ്റ്റ് കോമ്പറ്റീറ്റേഴ്സിന് ഈ അഡ്വാൻറ്റേജ് കാണില്ല. ആർക്ക് മാത്രമേ കാണൂ? നമുക്ക് മാത്രമേ കാണൂ. ഇത് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 പ്രോസസ്സാണ്. ഒന്ന് കോസ്റ്റ് കൺട്രോളും ഒന്ന് കോസ്റ്റ് റിഡക്ഷനും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ദെൻ ബൈ.